വളരെ മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഓഫീസർ. ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള സിനിമകൾക്കൊക്കെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അതിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എന്താണ് കഥയിൽ ആവശ്യം അത് മാത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ സിനിമ കാണുമ്പം ഒരു ഫ്രഷ്നെസ് അവിടെ ഇവിടെയായിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു മിസ്റ്ററി മോഡ് നൽകുന്ന ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പം തോന്നിയത്. ഒരു ചെറിയ പ്ലോട്ടാണെങ്കിൽ പോലും കഥയെ സ്ക്രീൻ പ്ലേയെ വളരെയധികം എൻഗേജിങ് ആക്കി കാണിക്കാൻ സിനിമയിൽ ശ്രമിച്ചു. അത് വർക്കൗട്ട് ആവുകയും ചെയ്തു. സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ അനാവശ്യമായ സീൻസോ പാട്ടോ ഒന്നും തന്നെ ഇല്ല. സിനിമ കണ്ടിറങ്ങുമ്പോഴാണ് കുറേ കാര്യങ്ങൾ നമ്മൾ തിരിച്ച് പിറകോട്ട് ചിന്തിക്കുന്നത്. മിസ്റ്ററി സ്വഭാവമുള്ള സിനിമകൾക്ക് മാത്രം തരാൻ പറ്റുന്ന ഒരു ഫീലാണ് അത്. സിനിമ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാകും സിനിമയിലെ പല സീൻസും നമുക്ക് ബോറടിച്ചു, ലാഗ് അടിച്ചു എന്ന് പലരും പറയുന്ന ആ സീൻസ് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് ചിന്തിച്ച് നോക്കുമ്പം നമുക്ക് ആ ഒരു സീക്വൻസ് ഒക്കെ സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇന്ത്യൻ സിനിമകൾ തിരിക്കുന്നത് പോലെ ഇൻ്റർവെല്ല് വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വേറെ സെക്കൻഡ് ഹാഫ് വേറെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സിനിമ മുഴുവന് ഒരൊറ്റ ഹാഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സിനിമ കണ്ടിറങ്ങുമ്പം നമുക്ക് തോന്നുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഒരു സീറ്റടിച്ച് ത്രില്ലർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല സിനിമയെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ നല്ല രസമുള്ള ഒരു സിനിമയാണ് ഓഫീസർ. പിന്നെ കുഞ്ചാക്കോബൻ്റെ ആക്ടിങ് ആണെങ്കിൽ കൂടെ ഒരു രക്ഷയില്ല. ഒരു പക്ഷേ എന്നാ താൻ കേസ് കൊടുകൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും നന്നായിട്ട് ഒരു പക്ഷേ ആ ഒരു ആക്ടിങ് പൊട്ടൻഷ്യൽ പിന്നെ വരുന്നത് ഒരു പക്ഷേ ഈ ഒരു സിനിമയിലാണെന്ന് പറയാം. ചാക്കോച്ചൻ മാത്രമല്ല, ബാക്കിയുള്ള പ്രിയാമണി ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും റംസാൻ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിലാണ് അവരുടെ ക്യാരക്ടർ ചെയ്തു വെച്ചേക്കുന്ന. സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്ന എല്ലാ സീക്വൻസിനും ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് സിനിമ കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ നമുക്കൊന്നുകൂടി ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്നാൽ ഒരു മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.